ഹലോ, ഇന്ന് 2 മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു എഗ്ഗ് പക്കോട കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ 2 മുട്ട എടുത്തു. ഞാൻ നാടൻ മുട്ടയാണ് കേട്ടോ എടുത്തത്. 2 എടുത്ത് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നമ്മളതിലേക്ക് സാധാരണ ഓംലെറ്റൊക്കെ അടിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്താ പറയുക, ഉപ്പിടുക, പിന്നെ കുറച്ച് മുളക്, സവാള അതൊക്കെ ഇടുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടാണ്ട് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഇതില്ലേ എന്താ പറയുക, നമ്മൾ ഗരം മസാല അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഫുള്ള് ഉപ്പൊന്നും കലങ്ങാണ്ട് വെച്ചാൽ ഇങ്ങനെ കട്ടയാവാണ്ട് ഫുള്ള് മിക്സ് ചെയ്യുക നന്നായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാൻ എടുക്കുക, എന്നിട്ട് സാധാരണ ഓംലെറ്റ് അടിക്കുന്ന പോലെ തന്നെ അതിലേക്ക് ഒഴിച്ചു, എന്നിട്ട് പരത്തി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും അപ്പുറം 2 സൈഡും ചുട്ടെടുക്കുക. അപ്പം ഞാൻ ഈ സൈഡ് ഇങ്ങനെ ആക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് പക്കോടയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് കട്ടി വേണം അതിന്. അപ്പോൾ ഈ വക്കത്തുള്ള മെലിഞ്ഞ് ഇപ്പം ഏറ്റവും സൈഡിലേക്കാകുമ്പോൾ ഭയങ്കര തിന്നായിട്ടൊരു ലെയർ വരുമല്ലോ, ആ ലെയർ അതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സൈഡത്തേക്കൊന്ന് ഉള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. എന്നിട്ട് നമ്മൾ സാധാരണ മറിച്ചിട്ടു. ഇതായി കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തു. നമ്മൾ അതിനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ, നമ്മൾ മാവ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തത്. ഇപ്പോൾ ആക്ച്വലി ഒരു ഓംലെറ്റല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി എടുത്തിട്ടുള്ളൂ. കുറച്ച് മൈദപ്പൊടി എടുത്തു, പിന്നെ കുറച്ച് കടലപ്പൊടി എടുത്തു, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ടത്, പിന്നെ കുറച്ച് മുളക് പൊടിയും എടുത്തു, പിന്നെ കരിവേപ്പില ഇട്ടു, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഇതാട്ടോ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചോയ്സാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പെരിഞ്ചീരകമൊക്കെ ഇടാം, അങ്ങനെയൊക്കെ നമ്മളെ ഇഷ്ടത്തിനുണ്ടാട്ടോ. പിന്നെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ മല്ലിയില ഇടാം, അതൊക്കെ നല്ലതാട്ടോ ഇടുന്നത്. അപ്പം അതിട്ടു നമ്മൾ നല്ലോണം കലക്കുക. സാധാരണ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ മുക്കി പൊരിക്കാനൊക്കെ എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിൽ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്താ പറയുക, മേക്ക് ഷുവർ ചെയ്യണം അതിൻ്റെ ഉപ്പൊന്നും അങ്ങനെ കലങ്ങാണ്ടിരിക്കരുതെന്നല്ലോ കേട്ടോ. നമ്മൾ ഫുള്ള് നല്ലോണം ഒന്ന് കലക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ മാവിലേക്കാണ് നമ്മൾ നമ്മുടെ മുട്ട മുക്കി പൊരിക്കണത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇത് മുളക് പൊടിയൊന്നും അധികമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമുക്ക് ആ മുട്ടയിൽ തന്നെ ആരും നമ്മൾ ഗരം മസാല ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അതിനുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, മുട്ട ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കുറേ ഇങ്ങനെ 2 ക്രോസായിട്ടും ഇങ്ങനെയും കട്ട് ചെയ്തെടുത്തു. ഈ വലിപ്പമൊക്കെ നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടത്, ഇത് കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ഞാൻ കട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെറുതാക്കിയതിൻ്റെ കാര്യം ഇതിൽ സൈഡൊക്കെ കണ്ടില്ലേ, കുറച്ചും കൂടി തിന്നായിട്ടുണ്ട് അവസാനം വന്ന സാധനം. അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ മുക്കി പൊരിക്കാൻ പറ്റില്ല. അപ്പോൾ മിഡിലത്തേതൊക്കെയാണ് നമുക്ക് സുഖമായിട്ട് നല്ല സ്ക്വയർ പീസായിട്ട് തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് കേട്ടോ നമ്മളിപ്പോൾ ഓരോ പീസ് ഉണ്ടാവും. അത്യാവശ്യം മിഡിലത്തെ പീസൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള പീസാണ്, നമുക്ക് സുഖമായിട്ട് വറുത്തെടുക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഈ മാവിലേക്ക് ഇട്ടു. നമ്മൾ എന്താ പറയുക, ഇങ്ങനെ മാവിലേക്ക് ഇട്ട് വെക്കൊന്നും വേണ്ട, അന്നേരം തന്നെ എടുക്കാം. അന്നേരം തന്നെ എടുത്തിട്ട് നമുക്കത് ഒരു പാനിലേക്ക് എടുത്തു. അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച്, ഇപ്പം ഞാൻ ഫുൾ മുക്കി പൊരിക്കേണ്ട രീതിയിലൊന്നുമല്ല, കാരണം അത് ഇത്തിരി തിൻ ലെയർ അല്ലേ ഉള്ളൂ മസാല, മറ്റേത് നമ്മൾ ഓൾറെഡി ഓംലെറ്റ് ആക്കി എടുത്തതാണല്ലോ. അപ്പോൾ ഞാനൊരു കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് എടുക്കുക കേട്ടോ. ഫുൾ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിക്കുന്നവരുണ്ട്, ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് സാധാരണ ഫ്രൈ ചെയ്യേണ്ട പോലെ തന്നെ നമ്മളിതെല്ലാം ഇട്ടു. പിന്നെ ഒന്ന് മൂക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടുക. ഇത് കണ്ടോ, അപ്പുറത്തേക്ക് ആയിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കളറായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, ഹെൽത്തിയാണ്, മുട്ടയാണല്ലോ ഉള്ളത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടൊക്കെ വരുമ്പം കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്കൊരു ഹാർഡ്ലി ഒരു 5-10 മിനിറ്റൊക്കെ മാക്സിമം എടുക്കുള്ളൂ ഇത് ഉണ്ടാക്കാൻ. 10 മിനിറ്റൊന്നും എടുക്കില്ല, കാരണം എന്താ, മുട്ട പൊരിക്കുക, ഇത്രയല്ലേ ഉള്ളൂ പണി. എന്നിട്ട് നേരെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക കേട്ടോ. പിന്നെ ഒരുപാട് വെളിച്ചെണ്ണ കുടിക്കുന്നുമില്ല ഇത്. വളരെ ഇങ്ങനെ കണ്ടു, ഞാൻ ആ ഒഴിച്ച വെളിച്ചെണ്ണ ഓൾമോസ്റ്റ് അവിടെ ഉണ്ട്, കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഭയങ്കര നല്ലൊരു സാധനം കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്